ഇന്ന് പ്രിങ്ങുവാണ് കേട്ടോ മീൻകറി ഉണ്ടാക്കണത്. പിങ്ങുവിന് ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ. അതേപോലെ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഓഫ് റോഡിങ്ങിന് വന്നത്. ബീച്ചിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓഫ് റോഡിങ്. ഐ നെവർ എവർ. എന്തൊരു ഷോട്ടാന്നൊക്കെ. പണി പാളി. ഗുഡ് മോർണിംഗ്, ബ്യൂട്ടിഫുൾ മോർണിംഗ്. ആക്ച്വലി ആദ്യമായിട്ടാണ് കുട്ടികൾ 8 മണി വരെ നിർത്താതെ ഉറങ്ങണത്. അല്ലെങ്കിൽ ഗോൾഡയ്ക്ക് 8 മണി വരെ അവിടെ കിടക്കാൻ പറ്റണത് കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ. എന്താണോ എണീറ്റിട്ടില്ല. 6 മണിയാകുമ്പോൾ ഇവർ എഴുന്നേറ്റിട്ട് പാല് കൊടുത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഗോൾഡ് വുഡ് ബി ഹാപ്പി. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, പ്ലാനിങ് ഫോർ ദ ഡേ. രാവിലെ പറ്റിയെങ്കിൽ കുറച്ച് ഫുഡ് കുക്ക് ചെയ്ത് വയ്ക്കണം. പിന്നെ ഇന്നൊരു ബീച്ചിൽ നമ്മൾ ചെറിയൊരു ഓഫ് റോഡല്ല, ഒരു റൈഡ് അങ്ങനെ പോകാമെന്ന് വെച്ചിട്ടുണ്ട്. ഫാമിലി ആയിട്ടില്ല കേട്ടോ, ഫ്രണ്ട്സായിട്ട്. സോ ദാറ്റ്സ് ദ മോർണിംഗ്. അപ്പോഴേക്ക് എഴുന്നേറ്റൂലേ? എത്ര നേരമായി? ഞാൻ അപ്പം പോയല്ലോ ഇവിടുന്ന്. അപ്പം ഞങ്ങളൊക്കെ നല്ല ഉറക്കം. 8 മണിക്ക്. ഇപ്പോൾ 8:10 ആയിട്ടുള്ളൂ. ഹലോ, എന്ത് പറ്റി ഇന്നലെ? ഇപ്പോൾ എന്തിപ്പോൾ ഉറങ്ങാൻ തീരുമാനിച്ചു രണ്ടാൾക്കാരും? ഓ, ഇങ്ങോട്ട് ഇറങ്ങി പോരുന്നു വേണ്ട, അവിടെ ഇരിക്കുന്ന ആൾക്കാലോ. ഇടിയാൻ പോയിട്ടില്ല. 5 എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. അവർ 11 മണിയാകുമ്പോഴേ പോകണമെന്നാണ് പറഞ്ഞത്. ഡോണ്ട് നീഡ് ദിസ് എനിമോർ. Ta 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 tum ta kudum kudum ta tudum tum ta tudum tudum ta pum pa pum pum pa pum pum pa pum pum pa pum pu pu pu. Why are you so quiet? The quiet ones are the deadlier one. Eh? Eh? Hello. No? No, no, no. No, no, no. No, no. Yeah. No, ഇത് വേണ്ട. Yucky, yucky. Sleeping finish. No, no. Yucky, yucky. ഇതിന് തൃശ്ശൂർക്കാർ പറയും ഊമ്പി ചിരിയുന്ന. നോ 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 നോ. യാ, നമുക്കറിയാത് അല്ലേ? ഞാൻ കൊണ്ടുപോയി കേട്ടാ. തുപ്പിയും കാണിച്ചു. യാ, ദാ വിക്ക. നിന്റെ പേര് മാറ്റിയിട്ട് സ്പ്രിങ്ങു എന്നാക്കട്ടെ. അത് പ്രിങ്ങു, ഇത് സ്പ്രിങ്ങു. Esme, can I put you the name like a Springu? ബാക്കിലാണ് കറക്റ്റ് സ്പ്രിങ് ഉള്ളത്. ഇത് കണ്ട സ്പ്രിങ്ങു. ഓ, അവിടെ നിന്ന് ഒരു കുട്ടിക്കോരങ്ങ് ഏമ്പക്കട് ഉണ്ടല്ലോ. അയ്യോ, ഇപ്പോൾ തന്നെ പറഞ്ഞു തന്നെയായിരുന്നു അത് ബാക്കിലേക്ക്. ഏയ്, കിലേരിനെ എങ്ങനെ ആക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നാ എസ്മേ, അപ്പൊ അതിന് മുമ്പ് എന്തിനാ കട ഇത് തന്നെയാ ജോബി. അപ്പോഴേക്കും വേണങ്ങും അടി കിട്ടണ്ട അതിന്. എന്നാ ബാക്കിക്കറ. എന്റെ കൈ ആക്കിപ്പിക്കാനേറ്റ മുട്ട. അപ്പൊ നീ എന്തിനാ അതിന്റെ മുടി പിടിച്ച് വലിക്കണേ? ചേച്ചിയാ? അതിന് ചോദിച്ചു ചേച്ചിന് മുടി ഇതിനെ പിടിച്ച് വലിക്കണേ. അപ്പൊ അതിന് അപ്പൊ ഇതിനെ കളിപ്പിക്കുമ്പോഴേക്കും അതിന്റെ കുരു പൊട്ടും.
പിന്നെ അല്ലാണ്ട് ഇതെന്താ കുതിരയുടെ മുകളിൽ ഇതാ വള്ളിയാ? എന്താ നിനക്ക് ഇഷ്ടമല്ലേ? ഗുഡ് മോർണിംഗ് പ്രിങ്ങോ. ഓക്കെ ഗോ ഗെറ്റ് സം ഫുഡ് ഫോർ യു ഫെല്ലസ്. ഓക്കെ ഡാഡാ ഫുഡ് തേടിപ്പോട്ടെ ഗൈസ്. നിങ്ങൾക്ക് ലഞ്ചിനുള്ള ഫുഡും കൊണ്ടുവരാം. ഞാനൊരു മാനിനെ വേട്ടയാടി വന്നാലോ? ഓക്കെ ബൈ ബൈ ടാറ്റാ. ഐ ഗെറ്റ് സം ഫുഡ് ഫോർ യു ഫെല്ലസ്. ഓക്കെ ബൈ. അയ്യോ അവിടെ ഇരുന്നോ ഇങ്ങോട്ട് വരണമെന്നില്ല. പുതിയ സാധനാ, ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ വരും അച്ഛമ്മ കരഞ്ഞിട്ട്. അച്ഛമ്മ അവിടെ ഇരുന്നോട്ടാ. അല്ല സിംബ നോക്കണ പോലെ സിനിമയിൽ നോക്കി എന്നിട്ട് ഇപ്പം അങ്ങോട്ട് മറിഞ്ഞു വീഴും. അതിന് നോട്ടം മാത്രമല്ലോ. ആ അവിടെ പൊക്കോ. കം കമ്മ ഗോയല്ല, കം അങ്ങോട്ടേക്ക് കം. ആ യാ ഗുഡ് പ്രാക്ടീസ്. ഗോ നോ. ഹെൽപ്പ് ചെയ്യാൻ വരികയാണോ? ഡോർ തുറക്കണ സൗണ്ട് നല്ല തണുപ്പാ കേട്ടോ. നടനെ ഹെൽപ്പ് ചെയ്യാനാണോ റോഡിലേക്ക് വരണേ? ആ തന്നെ നല്ല തണുപ്പാണ്. അപ്പോഴേക്ക് ഇറങ്ങല് കഴിഞ്ഞു. ഈ മണ്ടം കൊണ്ടാപ്പി നേരെ ഇറങ്ങുള്ളൂ. പിന്നത്തേല് സ്ട്രെയിറ്റ് ആവാ. സൈഡ് ഫോർവേഡ് ആള് വന്നു കല്ല് തീറ്റ തുടങ്ങി. അവിടെ അമ്മ ഒന്നും ഉണ്ടാക്കിയെന്നില്ലേ രാവിലെ? ഓ രണ്ടാളും തീട്ട കയ്യോളണ്ട. എടുത്തറിയ ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് വരട്ടെ. ഞാൻ മുട്ട കൊടുക്കാതെ വന്നതാളത്. അമ്മ നീ മുട്ട കൊടുത്തില്ല അമ്മേ? ഇതൊക്കെ അവൾക്ക് എണീറ്റ് നിന്നു. പണ്ട് കാൽമയായിരുന്നു, ഇപ്പൊ മുട്ടുമ്മയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇനി തരിമണിയും പൊന്തി കഴിഞ്ഞാൽ എൻ്റെ ട്രൗസർ പിടിച്ച് വലിക്കും. അമ്മ തരും, ഞാൻ അത് കുക്ക് ചെയ്യട്ടെ അപ്പോഴേക്കും. ഓ ഇത് നോക്ക്, നല്ല വിശപ്പയുടെ. നോ മരുന്ന് നിൽക്കുവേണ്ട, മരുന്ന് ഞാൻ കഴിക്കില്ലേ. അപ്പ അതിനെ പിടിച്ച് വലിച്ചൂല, കൊത്തി. ഇവർ മുട്ട കഴിക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കാൻ മറന്നു അല്ലേ? ഓക്കെ അതെ, ഇവർ മുട്ട കഴിക്കണം കേട്ടാ. ഇവർ മുട്ട കഴിക്കുന്ന വീഡിയോ എല്ലാ ദിവസവും കാണിക്കണം. മുട്ട ബേബീസ് ഏറാ ഇന്ന് കൊത്തിമോടുണ്ട് കേട്ടോ നിനക്ക്. ആ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ നേരം എൻ്റെ തലമുടി പിടിച്ച് വലിക്കുക. ദാറ്റ്സ് നോ ഗുഡ് ഐറമ്മ. ആ നോട്ട തയ്ക്കാൻ പറ്റത്തെ ക്ലാസിക്കൽ സാധനം അത്. ആ സംശയം വന്നു. ആ അച്ഛമ്മ നല്ല ന്യൂസിലാൻഡ് ബെസ്റ്റ് ട്രവലി ന്യൂസിലാൻഡ് വറ്റ ഇവിടെയുണ്ട്. ഓക്കെ സോ ഞാൻ 3 വറ്റ മേടിച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് വറ്റ ഉണ്ടായിരുന്നു ഇന്ന് കടയിൽ. ബ്യൂട്ടിഫുൾ ലുക്ക് അറ്റ് ദ കളേഴ്സ്. അതിലൊരു വറ്റ ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്നേ നമുക്ക് ഇവിടെ കുറച്ച് ഐലൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ മേജർ അടിപൊളി സാധനമാണല്ലോ മറ്റേ റോ ഫിഷ് സാലഡ്. അപ്പോൾ ആ റോ ഫിഷ് സാലഡ് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഈ വറ്റയും കൂടെ മേടിച്ചിട്ടുള്ള കുറച്ച് കറി ഉണ്ടാക്കണം. ഈ സാലഡിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ സിമ്പിൾ. പിന്നെ അവരുള്ള കാരണം അവർക്കൊരു വെറൈറ്റി, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റോ ഫിഷ് സാലഡ്. അപ്പം ഇന്ന് രാവിലെ ഉദിച്ച ബുദ്ധിയാണ്. മീൻ കറി വെക്കണതിൻ്റെ ഒപ്പം ധോണി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് salt, some chili cayenne pepper and some cream. ഇത് ആക്ച്വലി അവർക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷനുള്ളൂ കേട്ടോ. അത് നമ്മളെല്ലാവരും കഴിക്കണം. Yeah, they can taste a little bit. Okay, that's it. Now fish curry. ഇന്ന് പ്രിങ്ങുവാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കണത്. പിങ്ങുവിന് ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. മീൻ കറി ഫിഷ് കറി. യു ലൈക്ക് ഫിഷ് കറി റോയ്? ഓക്കെ ഫിഷ് കറിക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ട മെയിൻ 2 ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചിയും വെളുത്തുള്ളി. ഇടുക്കി കൈ ഇടിക്കരുത്, വാച്ച് ഔട്ട്. അതൊക്കെ തെറിക്കും. അപ്പോൾ വേണം ഇങ്ങനെ പിടിക്കാൻ. ഓക്കെ സോ നോ യു ക്യാൻ ഡു ലൈക്ക് ദിസ്. സി ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പതുക്കെ എടുക്കണ്ട. യു ഡോണ്ട് നീഡ് ടു ഗോ ഹാർഡ്. അപ്പോൾ അത് തെറിക്കില്ല. ഇങ്ങനെ അടിച്ചാൽ മതി, ചതയും. നോക്കിക്കേ. ആ സി നോക്കാതാ. എന്നിട്ട് അവിടെ മാറിയിരിക്കുന്നത് ഇങ്ങനെ തള്ളി നിൽക്കുക. കമക്കി പോയി. അത് മതി. ഇനി അത് നേരെ ചട്ടിലേക്ക് ഇട്ടോ. നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കണം. പക്ഷേ എണ്ണ ഒഴിക്കാണ്ട് നമ്മൾ ഇടുകയാണ് കേട്ടോ. കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കണം, പുതിയ ടെക്നോളജി കേട്ടോ. കീപ് ഗോയിങ്. ഓക്കെ മീൻ ടൈം ദേ ഞാനിവിടെ ഫിഷ് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്ത മീനിൻ്റെ എല്ലാ ഇതും കൂടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്
വേണമെങ്കിൽ we can add some and some spring onion. ഇനി അതിന് ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് ബട്ടർ, ഒരു ഹാഫ് ഇത് ബട്ടർ അതിലേക്ക് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് ബട്ടർ കിട്ടോ. ഹാഫ് you need a plenty butter. Fish has got no fat in it, so like that. Yeah, that's not even a lot. We need to add more. So butter പെട്ടെന്ന് കരിയും, so you need to be careful. നമുക്ക് ഫിഷ് കറിക്ക് മസാല ഒരുപാട് റോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. You need a fresh smell for fish curry, okay? It smells good already. Already, yeah, I know, it's already. Now butter കരിയും, so we need to be very careful with the butter. Once the butter melts, you put the fish masala. Almost melting. Yeah, melting. Don't let it burn. Little bit burn okay ആണ്, നല്ല ഫ്ലേവർ ഉണ്ടാവും. Okay, now you put the masala. അത് മൊത്തട്ടോ, ആ മസാല മൊത്തട്ടോ. ഇവിടെയാണ് മസാല ഇടുമ്പോൾ കട്ടിങ് എവിടെയാണെന്ന് നോക്കുക, അടിയിൽ പിടിക്കുക മൊത്തട്ടോ. ഞാൻ ഷോ ചെയ്യൂ ഇത് ഇങ്ങനെ ദ ബോട്ടം ടിപ്പ്. മസാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് ബേൺ ആവും കേട്ടോ. ഇതിങ്ങനെ പൊടിഞ്ഞല്ലേ ഇരിക്കണേ. ഒരു സ്ഥലത്തിട് ഒരു വൺ പ്ലേസ് അവിടെ മാത്രം ഇട്. കിക്കോയില്ലേ അവിടെ കുറച്ചുകൂടി എടുക്കാം, ലേച്ചൂണി വേണം നമുക്ക്. തീ ഓഫ് ചെയ്ത കരിയത് ഇനി അത് ചെറുതായിട്ടൊന്ന് ഇളക്ക്. തീ ഇടാൻ പറ്റേ. എപ്പോഴും മസാല ഇട്ട് കഴിയുമ്പോൾ യു നീഡ് ടു ബി വെരി കെയർഫുൾ കേട്ടോ. പിന്നെ കരിയും കണ്ട, ഓൾറെഡി യു ക്യാൻ സീ ഇറ്റ്സ് ബ്രൗണിങ്. ടേൺ ഇറ്റ് ഓഫ്. നൗ വി നീഡ് ടു ആഡ് ദ ഫിഷ്. കീപ് ഗോയിങ്, ആഡ് ദ ഫിഷ്. ഒരു ഫുൾ എടുക്ക്. ഇട്ടോ. ഒന്ന് പരത്തതിനെ ജസ്റ്റ് കൈ കൊണ്ട് പരത്ത്. See how easy fish curry? Yeah? Now add curry leaves. കുറച്ച് ഒരു ഹാൻഡ്ഫുൾ. അത്ര വേണ്ട, അതിൻ്റെ പകുതി. That would do. What is missing now? Yes, good girl. Salt. Put some salt in it. അത്ര പോരാ, എഗ് അല്ല ഇത്, നമുക്ക് കുറച്ചുകൂടെ വേണ്ടി വരും. You need to add a little more. Madi. I think so. I don't know. We have a look. Okay. Now you let it cook. Okay. Either you can cover and cook. Fire's not on. Yeah, I can put the fire on. How long you cook? Maximum 15 minutes. Then your fish curry ready. How easy is that? Easy. Very easy. So can you repeat yourself what we did today? First we added garlic and ginger. Yeah. And then we put it in here, mix it. Yeah. After that, we put some butter. Yeah. And then we mix a little more. Yeah. And then we added I forgot what its name was. The red chili. Yeah, masala. Masala. Yeah. And then some fish. Yeah. And the curry leaves. Curry leaves. And salt. Yeah. And water. Beautiful. What a spoiler you are, honest. അവള് മോൻ കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? അവള് ഇൻ കേസ് അവള് മോൻ കഴുകിയിട്ടില്ല, ഷീസ് ഓക്കെ. വാട്ട്സ് റോങ് എന്ന്? I don't know why you guys are bringing all these stupid ideas. You are in your home. You're not in a wedding party or something. അവൾ ഓൾറെഡി മൈക്രോവേവിന്റെ മുകളിൽ അവളുടെ മുഖം നോക്കിയിട്ടാണ്. അപ്പോൾ അവിടെ ആള് മുഖം കഴിഞ്ഞു. നീ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ലേശം മുഖത്ത് ഒരു ലേശം ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സമൂഹത്തിലൊക്കെ ഒന്ന് ജീവിക്കാനും പഠിക്കും. സോ ഓക്കെ, എപ്പോഴും മുഖം കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ പിങ്ങ? ഇപ്പോഴല്ല പഴയ വീഡിയോയില്. No one else laughing, only you laughing. എന്താ വീഡിയോ കണ്ട ഒരാൾ പോലും കമന്റ് ഇട്ടിട്ടില്ല. അപ്പോഴോ അറ്റ്ലീസ്റ്റ് ഇവിടെ നടന്നുല്ലോ. ഫിഷ് കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. യു ആർ മിസ്സിംഗ് 2 more ഇൻഗ്രീഡിയൻസ്. എന്തുകൊണ്ടാണെന്നറിയോ? അത് ഞാൻ അവിടെ വെച്ച കാരണല്ലേ. നീ ആലോചിച്ച് പറ. കോക്കനട്ട് ക്രീം അല്ലെങ്കിൽ ക്രീം മേക്ക് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ക്രീമി ആൻഡ് റിച്ച്. ബട്ട് യു മിസ്സിങ് എ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്താണെന്നറിയോ ഫിഷ് കറിയിൽ? എന്നിട്ടാ അങ്ങോട്ട് നോക്കരുത്, അത് കുടപ്പുളി. ബട്ട് ലെമൺ, യു നീഡ് എ സവർനെസ് വേണ്ടേ? ആഡ് സം പുളി
നോട്ട് ടു മച്ച് ഗോ ഈസി. ഒഴിച്ച് സ്പൂണൊന്നും വേണ്ട, നീ ടിൽറ്റ് ചെയ്താൽ മതി. ബട്ട് കെയർഫുൾ, ഇറ്റ്സ് ടു മച്ച് സ്ട്രോങ് ആണ്. ഇത്രയും കൂടെ ലിറ്റിൽ മോർ. യാ ലിറ്റിൽ മോർ. ഇനഫ്. നല്ല സ്ട്രോങ് അത്. ഇനി ആ കോക്കനട്ട് ക്രീം ഒഴുക്കി. Whole of it? ഹോളോട് ഇനി ബാക്കി വയ്ക്കണ്ട. ഒഴിച്ചോ, മൊത്തം ഒഴിച്ചോ. യാ സി Nice color. pour. Yeah, nice. Now put half more butter add ചെയ്യ്. കോക്കനട്ട് ക്രീം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ പിങ്ങ? ഇതൊന്ന് ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട്, ഓക്കെ. Different color, right? ഇപ്പോൾ ഡിഫറെൻറ്റ്, ഇപ്പോൾ കറിയുടെ കളറായില്ലേ, ലൈക്ക് മോപ്പോസ്. കുറച്ചും കൂടെ ബട്ടർ. വൺസ് നീ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് തിളച്ചാൽ, വൺസ് ഇത് എല്ലായിടത്തേക്കും തള വന്നാൽ ഈ സ്പൂൺ ഇതിൽ ഇടും, അപ്പോൾ അത് മെൽട്ടായിട്ട് അതിൽ ചേരും. Don't mix it or shake it too much. It's gonna ഇത്. So keep cooking. Okay. Once ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യണം കേട്ടോ. എല്ലായിടത്തേക്കും കറി റെഡി. ടേസ്റ്റ് ചാറ് ഉപ്പൊക്കെ നോക്കിയിട്ട് പറഞ്ഞേ. സോൾട്ട് കൂടിയാ? യു റിയലി ഫെൽറ്റ്? ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ തോന്നിയില്ലല്ലോ. What else you feel? പുളി ഇല്ല? No sour? No. You need more? No. Then spicy? Yeah, അത് ഇരുന്ന് റെസ്റ്റ് ചെയ്യണം. അപ്ലൈ സ്പൈസ്. It's boiling now. Turn it off. I said, it's a spiciness. No, so good. Yeah, spicy നിനക്ക് ഫിഷ് കറി ഓൾവേസ് റെസ്റ്റ് ചെയ്യണം. Otherwise you feel all the spices in your mouth. Beautiful. Nice curry. You try it. Yeah, no. Don't try it now. Wait until it rests and eat it with rice. Then let amma know. Rice. Okay. Sticky അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. സ്വീറ്റ്. ഇതേപ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഓഫ് റോഡിങ്ങിന് വന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതൊരു ഇൻലെറ്റാണ്. കടലിൻ്റെ വെള്ളം കുറച്ച് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വഴി. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വൺ വേ ആണ്. ഇവിടുന്ന് കടൽ വരെ പോയിട്ട് ഈ വഴി കൂടെ തന്നെ തിരിച്ചു വരണം. പിന്നെ ഈ വഴി കൂടെ വരണം വെച്ചെങ്കിൽ ആക്ച്വലി നമുക്ക് ഇവിടുത്തെ ഒരു പെർമിറ്റ് എടുക്കാനുണ്ട്. ഇതാണ് ആ ബീച്ചിലേക്കുള്ള ആക്സസ്. കണ്ട, ഡ്രൈവറിന് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ 555 വിളിക്കാം. പിന്നെ ഇവിടെ കണ്ട പെർമിറ്റ് റിക്വയർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഫ്രീ ആണ് പെർമിറ്റ്, പക്ഷേ ഇവിടുന്ന് പെർമിറ്റ് എടുക്കണം. ഇതാണ് ആ വഴി, വൺ വേ ആണ്. ഓ മാമ, നമ്മൾ ബീച്ചിലെത്തിയിട്ടാ. ഈ സ്ഥലം നോക്കിയേ, നല്ല ഡെസേർട്ട് പോലത്തെ സ്ഥലം കേട്ടോ. നമ്മൾ ആ വഴി കൂടെയാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ആ വഴി കൂടെ കയറി ഇത് തന്നെ വന്ന് ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് നല്ല ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. നല്ല രസമുള്ള കളേഴ്സ് കാണാം. നല്ല ഡ്രൈ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ നിന്ന് നേരെ വന്നിട്ട് ഈ ബീച്ചിലേക്കാണ് ഓപ്പണിങ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. അടിപൊളി സ്ഥലം അല്ലേ? അടിപൊളി. ആ കയറി വരണ ഈ ഒരു സ്ഥലം കൊള്ളാം. ഭയങ്കര വൈൽഡ്നെസ് ഉള്ള പ്ലേസ് ഒന്നുമല്ല, പക്ഷെ വരണ അവിടേക്ക് ഭയങ്കര രസം. ഇവിടേക്ക് നല്ല രസമുണ്ട്. അടിപൊളി വഴിയാട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. കിടുക്കൻ സെറ്റപ്പ്, കിടുക്കൻ റോഡ്, കിടുക്കൻ വഴികള്. സ്ട്രെയിറ്റ് റോഡാണ്, പക്ഷെ വേറെ ലെവല്. സ്ഥലം പൊളിച്ചോട്ടെ, അടിപൊളി സ്ഥലം. നിങ്ങൾ പഠിച്ചോ? ബീച്ചിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓഫ് റോഡിങ്. ഐ നെവർ എവർ. ഒരു ചുമന്നൊരു വണ്ടി വരുന്നുണ്ട്, നല്ല രസമുണ്ടോ. ഇത് വീഡിയോയിൽ ഈ കാഴ്ച ഇങ്ങനെ വൃത്തിക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഇവിടെ. എന്തൊരു സ്ഥലമാണോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ല എന്നുള്ളൊരു ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ. അടിപൊളി, ഭയങ്കര ടെക്സ്റ്റേഴ്സ് ആണ് കേട്ടോ. നല്ല ഈവനിങ്ങും ബ്യൂട്ടിഫുൾ കളേഴ്സ് നോക്കിയാൽ എന്തൊരു ഷോട്ടാന്ന് നോക്കി. നല്ല രസമുണ്ട് കേട്ടോ. അവരുടെ വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ആ സ്കൈ നോക്കി ഇപ്പോഴത്തെ. ഇവിടുത്തെ ഫൈനൽ സ്ഥലമാണ് കേട്ടോ ഇത്. ഫൈനലല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും വഴിയുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കയറ്റുണ്ട്. അരുമാമര വണ്ടി കയറുന്നില്ല, ഫുള്ള് മണലാണ്. ഈ ഒരു ഹമ്പിൻ്റെ ഏരിയ കുറച്ച് പണിയാണ് ഇവിടെ. മാമൻ ഇനി ഇത് നിർത്തിയില്ലെങ്കിൽ മാമൻ പറക്ക. മാമൻ അത് ആദ്യം അതിൻ്റെ ആക്സിലറേഷൻ കൊടുക്കാൻ വെച്ചിട്ടാണ്. ഇതേടാ മൂന്ന് വരുന്നേ. വളരെ സിമ്പിളായിട്ട് വരുന്ന സാധനമാണ് മാമ. ഇതെന്ത് തമാശ കളിക്കുന്നത്. നോക്കൂ അരുമാമ, എന്താ നാളെ കേട്ടോ. അയ്യേ
കിട്ടിയായിരുന്നു അതെ. വണ്ടിയുടെ ടയറ് പറഞ്ഞു പോയോ? എൻ്റെ അമ്മോ. നമ്മൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡിന്നറാട്ടാ. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചിക്കൻ കറി, ഇവിടെ ലാമ്പ് ബാർബിക്യൂ, നമ്മുടെ റോ ഫിഷ് സാലഡ്. റോ ഫിഷ് സാലഡ് ഇസ് നൈസ്. ബ്യൂട്ടിഫുൾ. താങ്ക് യു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഓഫ് റോഡിങ് അവസാനിച്ചു. സോ താങ്ക് യു ബോയ്സ്, ഗേൾസ്. ബ്യൂട്ടിഫുൾ. ദാറ്റ് വാസ് സോ നൈസ്. ടു മച്ച് ഈറ്റിംഗ് ചിപ്സ് നോ ഗുഡ്. ഇത് ഒരുപാട് ഫുഡ് ഉണ്ടല്ലോ. ഫുഡില്ല, അത് റോ മീറ്റ് ആണ്. ആണോ? അല്ല നമ്മൾ പച്ചമീറ്റ് തിന്നാറുണ്ട്. ചെറിയ മറ്റേ സ്റ്റൗ ആണുള്ളത്, അതിൽ കുക്ക് ചെയ്ത് ഇത് കുക്ക് അല്ല, ബാക്കി വീട്ടിൽ കൊണ്ട് കുക്ക് ചെയ്യല്ലോ. ആ, ഒന്നും ബാക്കി വരരുത്. ഇവിടെ എന്തോ മണക്കുന്നുണ്ടല്ലോ. That ഉടുപ്പ് looks nice. ഇന്നലെ ഡാഡ വരുമ്പോ സ്പ്രിംഗ് ഒക്കെ എവിടെയായിരുന്നു? ഡാറ്റാ ആരവിടെ സുഗന്ധത്തിൽ ഞാൻ ആരെ തിരിയാൻ പോയി? ഇന്നലെ നമ്മളപ്പോൾ ബൈ പറഞ്ഞില്ല. ദേ ഇവരെന്നെ ഞാൻ വരുമ്പോൾ വിചാരിച്ചത് ഇവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നാ. ആ, അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോൻ്റെ ബൈ ഇന്ന് രാവിലെ പറയാം കേട്ടാ. മൈക്ക് തൊട്ടൊക്കെ ഇട്ട് കണക്കിന്ന്. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാൻ പോകുന്നതായിരിക്കും. ബൈ ഫോർ നോ. ബൈ ബൈ പൂപ്പാ. ആരെ കുഞ്ഞിനാക്ക്? ആരെ കുഞ്ഞിനാക്ക്? ഗോഗി. ഓ, നീ ആരെയും പാടില്ല അച്ഛനാ. രാവിലെ എല്ലാവരും തലേൻ്റെ മുകളിൽ അന്നത വെള്ളം തൊട്ടിപ്പിച്ചിട്ട് ഇങ്ങനെ കോഗി കോഗി